കോൺഫിഡൻസിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ പഞ്ചാബിന്റെ സ്വകാര്യ അഹങ്കാരമായ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കരുത്തിൽ മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ 204 റൺസ് വിജയലക്ഷ്യം പഞ്ചാബ് കിങ്സ് മറികടന്നിരിക്കുകയാണ്. ചേസിംഗിന്റെ എല്ലാ ആവേശവും നിറഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി ശ്രേയസ് അയ്യരാണ് പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ 3-ാം തീയതി നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ RCBയുടെ എതിരാളികളായി ഒരിക്കൽ കൂടി പഞ്ചാബ് കിങ്സ് എത്തുകയാണ്. ഇപ്പോൾ അവസാനിച്ച 2ാം ക്വാളിഫയറിന്റെ സമഗ്രമായ വിശകലനമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 204 റൺസിന്റെ വിജയലക്ഷ്യമാണ് പഞ്ചാബിന് മുന്നിൽ ഉയർത്തിയത്. ഓപ്പണിംഗിൽ ജോണി ബെയർസ്റ്റോ കത്തിക്കയറിയപ്പോൾ രോഹിത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാനായി സാധിച്ചില്ല. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും അനായാസം ബാറ്റ് വീശിയപ്പോൾ ഫിനിഷർ റോളിൽ നമാൻ ദിറാണ് ഇന്ന് ടീമിന്റെ ടോട്ടൽ 200 കടത്തിയത്. 37 റൺസ് ഉണ്ടായിരുന്ന ദിറിന്റെ ഇന്നിംഗ്സിൽ 7 ഫോറുകളാണ് ഉണ്ടായിരുന്നത്. മറുപടി ബാറ്റിംഗിൽ പവർ പ്ലേയിൽ 2 നിർണായക വിക്കറ്റുകളാണ് പഞ്ചാബിന് നഷ്ടമായത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ എന്നതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷിന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ന് നാം കണ്ടത്. എന്നാൽ ഇംഗ്ലീഷ് മടങ്ങിയതിനു ശേഷം ചേസിംഗിന്റെ സ്റ്റിയറിംഗ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്റെ സ്വന്തം കൈകളിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു. വധേരയുടെ വിക്കറ്റും തൊട്ടു പിന്നാലെ ശശാങ്ക് സിംഗിന്റെ വിക്കറ്റും നഷ്ടമായപ്പോൾ ക്യാപ്റ്റന്റെ പവറുമായി നിർണായകമായ ബൗണ്ടറികൾ നേടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ശ്രേയസ് അയ്യരാണ്. ബോൾട്ടിനെതിരെയും ഹർദിക് പാണ്ഡ്യക്കെതിരെയും ഏറ്റവും മികച്ച ഷോട്ടുകളുമായി തന്നെയാണ് ശ്രേയസ് അയ്യർ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. ഒരു ചേസിംഗിൽ ക്യാപ്റ്റന്റെ റോൾ എന്താകണമെന്ന് അദ്ദേഹം ഇന്നത്തെ മത്സരത്തിലൂടെ കാട്ടിത്തരിക തന്നെയായിരുന്നു. ടീം തളർന്നപ്പോൾ തന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെയാണ് അയ്യർ ഇന്ന് ടീമിന് വിജയം സമ്മാനിച്ചിരിക്കുന്നത്. 2ാം ക്വാളിഫയറിലെ ജയത്തോടു കൂടി ഫൈനലിസ്റ്റായി പഞ്ചാബ് കിങ്സ് മുന്നേറിയപ്പോൾ 200-ന് മേലെയുള്ള ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാൻ ആദ്യമായാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടിരിക്കുന്നത്. നോക്കൌട്ടിൽ മുംബൈ ഇന്ത്യൻസ് പുറത്താകുന്ന അപൂർവമായ IPL സീസൺ കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.